ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒരു പുതിയ ഹൃദയം നമുക്ക് നൽകുന്ന, ഒരു പുതു ചൈതന്യം നമ്മളിൽ നിക്ഷേപിക്കുന്ന കർത്താവിൻ്റെ സ്നേഹത്തെ ഏറ്റുപറഞ്ഞ് ഈ ദിവസം ആരംഭിക്കാം. ഒരുമിച്ച് കുരിശു വരയ്ക്കാം. എൻ്റെ തമ്പുരാനെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എന്നാത്മം സൗഖ്യം നേടും. ഹൃദയം ഇനിയെന്നും നിൻവാസഗേഹമാകും. കൺമുൻപിൽ നീ ഇല്ലെങ്കിലും വിശ്വാസത്താലെ കാണുന്നിതാ. മൃദുവായി നീ തൊടുകിൽ എന്നാത്മം സൗഖ്യം നേടും. ഹൃദയം ഇനിയെന്നും നിൻവാസഗേഹമാകും. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 36 അധ്യായം 26 വാക്യം. ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും, ഒരു പുതു ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും. നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി മാംസള ഹൃദയം നൽകും. ദ ബുക്ക് ഓഫ് എസെക്കിയേൽ chapter 36 verse 26. I will give you a new heart and a new spirit I will put within you, and I will remove from your body the heart of stone and give you a heart of flesh. മൃദുവായി നീ തൊടുകിൽ എൻ്റെ ആത്മം സൗഖ്യം നേടും. ഹൃദയം നിന്റെ വാസഗേഹം ആകും. ഓരോ പ്രഭാതവും ഒരു ക്ഷണമാണ്. അത് കേവലം ഇന്നലെയുടെ തുടർച്ചയല്ല. ഇപ്പോൾ നീ ആരംഭിക്കുന്ന ഈ ദിവസം കേവലം ഇന്നലെയുടെ തുടർച്ചയല്ലെന്നും അതൊരു പുത്തൻ ക്ഷണമാണെന്നും തിരിച്ചറിയേണ്ടത് അത്യാവശ്യമാണ്. കർത്താവ് നിനക്ക് പുതുവാഗ്ദാനങ്ങൾ ഈ ദിവസം നൽകുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഒരു പുതിയ ഹൃദയം, എ ന്യൂ ഹാർട്ട് നിനക്ക് ഞാൻ തരും. എന്നാൽ ഇത് തിരിച്ചറിയാതെ നമ്മുടെ ഹൃദയം പലപ്പോഴും കാഠിന്യമേറി പോകാറുണ്ട്. അത് ഇന്നലകളെ ഇന്നിലേക്ക് വലിച്ചു കൊണ്ടുവന്നാണ്. ഇന്നലകളുടെ മുറിവുകളെ, പൂർവകാലത്തിൻ്റെ ഭയങ്ങളെ, നമ്മുടെ റിപ്പീറ്റഡ് സ്ട്രഗിൾസിനെ ഒക്കെ കൊണ്ടുവന്ന് നമ്മുടെ ഹൃദയം കഠിനമായി പോകും. പഴയ മുറിവുകളെ, പഴയ ശീലങ്ങളെ, പഴയ ഭാരങ്ങളെ അവിടെ വിടുക. പുതിയതായി നമുക്ക് ആരംഭിക്കാം. ഈ പ്രഭാതത്തിൽ കർത്താവ് പറയുന്നു, ഒരു പുതിയ ഹൃദയം നിനക്ക് ഞാൻ തരും. ദിസ് ഈസ് നോട്ട് സെൽഫ് ഇംപ്രൂവ്മെൻറ്റ്, ദിസ് ഈസ് ഡിവൈൻ ട്രാൻസ്ഫോർമേഷൻ. ഓരോ ദിവസവും നമ്മൾ സ്വയം മെച്ചപ്പെടുകയല്ല, മറിച്ച് ഒരു ദൈവീക രൂപാന്തരീകരണം നമ്മളിൽ നടക്കുകയാണ്. അത് കൃപയാണ്, അത് നമ്മുടെ പ്രവൃത്തിയല്ല. കർത്താവേ, നീ വാഗ്ദാനം ചെയ്ത പുതിയ ഹൃദയം ഞങ്ങൾക്ക് നൽകണേ എന്ന് പ്രാർത്ഥിച്ച് നമുക്ക് ഈ ദിവസം തുടങ്ങണം. കർത്താവിലേക്ക് ചാഞ്ഞിരിക്കുന്ന ഒരു ഹൃദയം, അപരനിലേക്ക് തുറവിയുള്ള ഒരു ഹൃദയം, വീണ്ടും സ്നേഹിക്കാൻ ശേഷിയുള്ള ഒരു ഹൃദയം, വീണ്ടും തുടങ്ങാൻ ആർജവത്വമുള്ള ഒരു ഹൃദയം.
ക്രിസ്തീയ ജീവിതത്തിൻ്റെ വലിയ അത്ഭുതം എന്താണെന്നറിയാം? കർത്താവ് കേവലം ആജ്ഞാപിക്കുകയല്ല, ഒരു പുതിയ ഹൃദയം നിനക്ക് രൂപപ്പെടണം കേട്ടോ എന്ന് പറയുകയല്ല, മറിച്ച് ഗോഡ് ക്രിയേറ്റ്സ് ഇറ്റ് വിത്തിൻ അസ്. നമ്മളിൽ കർത്താവ് അത് രൂപപ്പെടുത്തും. ചോദ്യം ഒന്നേ ഉള്ളൂ, വിൽ ഐ അലൗ ഗോഡ് ടു ചേഞ്ച് മൈ ഹാർട്ട്? എൻ്റെ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്താൻ ഞാൻ എൻ്റെ ദൈവത്തെ അനുവദിക്കുന്നുണ്ടോ? അനുവദിച്ചാൽ നമ്മൾ കാണും നമ്മുടെ ഹൃദയത്തിൽ മാറ്റം വരുന്നത്. അഗസ്തീനോസ് പുണ്യാളൻ പറയുന്നു, ഗോഡ് ഈസ് ഓൾവേസ് റെഡി ടു ഗിവ് us ന്യൂ ബിഗിനിങ്സ്. വാട്ട് ഈസ് നീഡഡ് ഇസ് എ ഹാർട്ട് റെഡി ടു റിസീവ്. പുതിയ തുടക്കങ്ങൾ നൽകാൻ കർത്താവ് എപ്പോഴും തൽപരനാണ്. എന്താ ആവശ്യമെന്ന് വെച്ചാൽ അത് സ്വീകരിക്കാൻ തക്കവിധം ഒരു ഹൃദയമുണ്ടാവുക എന്നതാണ്. നമ്മുടെ ഹൃദയങ്ങളെ കർത്താവിനായി നമുക്ക് ഈ ദിവസം ഒരുക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവും ദൈവവുമായ ഈശോ മിശിഹായേ, ഒരു പുതിയ ഹൃദയവും ഒരു പുതു ചൈതന്യവും എനിക്കായി വാഗ്ദാനം ചെയ്തവനെ, ഈ പ്രഭാതത്തിൽ എൻ്റെ എല്ലാ ബലഹീനതകളോടും മുറിവുകളോടും എൻ്റെ എല്ലാ ആശങ്കകളോടും കൂടെ ഞാൻ തിരുമുമ്പാകെ അണയുന്നു. എൻ്റെ ഹൃദയത്തിൻ്റെ കാഠിന്യത്തെ നീ എടുത്തു മാറ്റണമേ. എൻ്റെ അഹങ്കാരത്തെ, എൻ്റെ പ്രതിഷേധങ്ങളെ, എൻ്റെ ഭയങ്ങളെ കർത്താവേ നീ എന്നിൽ നിന്നെടുത്തു മാറ്റി മാംസള ഹൃദയം, നിന്നെ കേൾക്കുന്ന, പരസ്പരം പൊറുക്കുന്ന, നിന്നിൽ ആശ്രയം വയ്ക്കുന്ന, നിന്നെയും സഹോദരങ്ങളെയും സ്നേഹിക്കുന്ന ഒരു മാംസള ഹൃദയം എനിക്ക് സമ്മാനിക്കണമേ. എൻ്റെ ഉള്ളം നിൻ്റെ കൃപ കൊണ്ട് നീ നിറയ്ക്കണമേ. ഈ ദിവസത്തിൻ്റെ എല്ലാ പ്രയത്നങ്ങളെയും കർത്താവിന് വിട്ടുകൊടുത്ത് ദിവസത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എക്കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.